ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നത് മനുഷ്യനെ കൊണ്ട്. എങ്ങനെയുണ്ട് പടം? നല്ല ഇടിവെട്ട് പടമാ സാറേ. കളക്ഷനോ? ഹൗസ്ഫുൾ ആണ് സാർ. ഒരാഴ്ചത്തേക്ക് ആ ഏരിയയിലോട്ട് എടുക്കണ്ട. പിന്നെ എഡിറ്റിംഗ് സൈഡൊക്കെ കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു. കാരണം നമുക്കൊരു ഗ്രൂസ് മൊമെന്റ്സോ ഹീറോയിക് മൊമെന്റ്സോ ഒന്നും വലുതായിട്ട് കിട്ടുന്നില്ല. നീ കാര്യമായിട്ട് തന്നെയാണോ ഈ പറയണേന്ന്? അതെ വല്യേട്ടാ, മനസ്സിലായില്ലേ? ഒരു ഹീറോയ്ക്ക് ഇത് കൊടുക്കാത്തതാണോ? ഇപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ ദേവാസമ്മനെ നോക്കാമെങ്കിൽ ആന്റി ഹീറോ അല്ലെങ്കിൽ നെഗറ്റീവ് റോൾസ് ഉള്ള എത്രയോ പേര് നമ്മൾ കൈയടിച്ചിട്ടില്ല. ഇവനെ ഞാനൊരു പൂച്ചിട്ടെ അതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ല ഏട്ടാ. അവന്റെ സമനില തെറ്റിയിരിക്കുക പാവം. ലൂസിഫർ വരാണ്ടും നോക്കാമല്ലോ. കളങ്കാവൽ സിനിമ 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 സിനിമ. ഇത്രയൊക്കെയായിട്ടും പുച്ഛം അല്ലേ? എന്തൊരു മനുഷ്യനാണ്! എനിക്ക് അഭിനയം തലയ്ക്ക് പിടിച്ച പ്രാന്തായ മനുഷ്യനാണെന്ന്. ഉഗ്രൻ എന്ന് പറഞ്ഞ അത്യുഗ്രൻ. പിന്നെ പെർഫോമൻസ്, നടിപ്പ്, മമ്മൂക്കയുടെ ഒരംശം പോലും ഈ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റൂല. മുൻകാല മമ്മൂക്ക ചിത്രങ്ങളിലെ ഒരു കഥാപാത്രമായിട്ടും നിങ്ങൾക്ക് സാമ്യം തോന്നില്ല. എല്ലാവരും ഞെട്ടിപ്പോയി. പറഞ്ഞതൊക്കെ ശരിയാണെന്നേ തോന്നുന്നു. എന്ത് നാച്ചുറൽ ആക്ടിങ്. അതെനിക്ക് തന്നെ അറിയാൻ പാടില്ല. പറഞ്ഞു വന്നപ്പോ പറയുന്നൊക്കെ സത്യം തോന്നുന്നു. ഈ കഥാപാത്രമായിട്ട് ജീവിക്കുക എന്നൊക്കെ കേട്ടില്ലേ? നീ ഇത്രല്ലേ കണ്ടുള്ളൂ. അങ്ങോട്ട് നോക്കിയേ. അൺബിലീവബിൾ, ഗംഭീര പെർഫോമൻസ്, ഒരു രക്ഷയില്ല. പ്രതിനായകൻ എന്ന് പറഞ്ഞാൽ പ്രതിനായകൻ തന്നെ. അൺബിലീവബിൾ, അൺഎക്സ്പെക്ടഡ്, അൺബിലീവബിൾ, അൺഎക്സ്പെക്ടഡ്. എവിടെയായിരുന്നു നിന്ന് ഇത്രയും കാലം? ഞാൻ ഈ പത്രക്കാരെ കൊണ്ട് തോറ്റു. ഞാൻ എന്ത് ചെയ്യാണെന്ന് നോക്കി നടക്കുക. അവന്മാര് പത്രത്തിലിടാൻ. തിയേറ്റർ മസ്റ്റ് വാച്ചാണോ? മസ്റ്റ് വാച്ചാണ്. തിയേറ്റർ മസ്റ്റ് വാച്ചാണ്. വിനായകനും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരും എല്ലാവരും ഗംഭീരമായിട്ട് വരുന്നത്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. പക്ഷെ പ്രതിനായകൻ എന്ന് പറഞ്ഞാൽ പ്രതിനായകൻ തന്നെ.